നമസ്കാരം. കേരളത്തിലെ ക്ഷേമ പദ്ധതികളെക്കുറിച്ചും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ലഭ്യമാകുന്ന വിവിധ ധനസഹായ പദ്ധതികളെക്കുറിച്ചും വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ സർക്കാർ തുടർന്ന് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ നിരവധി ഗുണഭോക്താക്കൾ പുതിയ പ്രഖ്യാപനങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷയും കുടുംബങ്ങളുടെ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന പദ്ധതികളിലൊന്നാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഇതോടൊപ്പം പെൺകുട്ടികൾക്ക് പ്രത്യേക ധനസഹായം നൽകുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പൊതുചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ട്. കേരളത്തിൽ പെൺകുട്ടികൾക്ക് 1000 രൂപ ധനസഹായം വിതരണം ചെയ്യുമെന്ന വാർത്തകൾ കുടുംബങ്ങൾ ഈ വാർത്തയുടെ യാഥാർത്ഥ്യം അറിയാൻ കാത്തിരിക്കുകയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷകാഹാരം, കുടുംബക്ഷേമം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി വിവിധ കാലഘട്ടങ്ങളിൽ സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ധനസഹായ പദ്ധതികളെ കുറിച്ചുള്ള ഓരോ വാർത്തയും ജനങ്ങളിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിക്കുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് പ്രത്യേക സഹായം നൽകേണ്ടതിന്റെ ആവശ്യകത ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. പഠന ചെലവുകൾ, യാത്രാ ചെലവുകൾ, പഠനോപകരണങ്ങൾ, ആരോഗ്യ പരിപാലനം എന്നിവയ്ക്കായി അധിക സാമ്പത്തിക പിന്തുണ ലഭിക്കുന്നത് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ പെൺകുട്ടികൾക്ക് പ്രതിമാസമോ ഒറ്റത്തവണയായോ ധനസഹായം ലഭിക്കാമെന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ അത് സ്വാഭാവികമായി വലിയ ജനശ്രദ്ധ നേടുന്നു. നിലവിൽ ഇത്തരം പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഔദ്യോഗിക സർക്കാർ ഉത്തരവുകൾക്കും വകുപ്പ് അറിയിപ്പുകൾക്കും മുൻഗണന നൽകേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലോ സ്ഥിരീകരിക്കാത്ത വാർത്തകളിലോ മാത്രം ആശ്രയിക്കുന്നത് തെറ്റായ പ്രതീക്ഷകൾ സൃഷ്ടിക്കാൻ ഇടയാകാം. അതിനാൽ സർക്കാർ പുറത്തിറക്കുന്ന വിജ്ഞാപനങ്ങൾ, അർഹതാ മാനദണ്ഡങ്ങൾ, അപേക്ഷ നടപടികൾ, ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ എന്നിവ കൃത്യമായി പരിശോധിക്കുന്നത് പ്രധാനമാണ്. പെൺകുട്ടികൾക്കായുള്ള ധനസഹായ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ സാധാരണ വരുമാന പരിധി, പ്രായപരിധി, പഠന സ്ഥാപനത്തിൽ പ്രവേശനം, കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിക്കാറുണ്ട്. സർക്കാർ ഭാവിയിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സമാനമായ മാനദണ്ഡങ്ങൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. എന്നാൽ അന്തിമ തീരുമാനം ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്ക് ശേഷം മാത്രമേ വ്യക്തമാകൂ. സ്ത്രീ ശാക്തീകരണവും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിയും ലക്ഷ്യമിട്ട് നിരവധി ക്ഷേമ പദ്ധതികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനകം നടപ്പിലാക്കിയിട്ടുണ്ട്. സാമ്പത്തിക പിന്തുണ ലഭിക്കുമ്പോൾ സ്കൂൾ പഠനം തുടരാനും ഉയർന്ന വിദ്യാഭ്യാസം അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കൂടുതൽ കുടുംബങ്ങൾക്ക് സാധിക്കുന്നുവെന്നാണ് വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ പെൺകുട്ടികൾക്കായുള്ള ധനസഹായ പദ്ധതികൾ സാമൂഹിക പുരോഗതിയുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയമായി കണക്കാക്കപ്പെടുന്നു. കേരളത്തിലെ കുടുംബങ്ങൾ പുതിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങൾക്കായി കാത്തിരിക്കുകയും വിശ്വാസ്യതയുള്ള സ്രോതസ്സുകൾ മാത്രം പിന്തുടരുകയും ചെയ്യേണ്ടതാണ്. സർക്കാർ പുതിയ ധനസഹായ പദ്ധതി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് അപേക്ഷ നടപടികൾ, ആവശ്യമായ രേഖകൾ, വിതരണം ആരംഭിക്കുന്ന തീയതി, ബാങ്ക് ക്രെഡിറ്റ് നടപടിക്രമങ്ങൾ എന്നിവ വിശദമായി അറിയിക്കപ്പെടും. അതുവരെ പ്രചരിക്കുന്ന ഓരോ വാർത്തയും സ്ഥിരീകരിച്ച് മാത്രം സ്വീകരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് സഹായകരമായിരിക്കും. സാമ്പത്തിക സുരക്ഷയും വിദ്യാഭ്യാസ പുരോഗതിയും ഉറപ്പാക്കുന്നതിന് പെൺകുട്ടികൾക്ക് കൂടുതൽ പിന്തുണ നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ഏത് പദ്ധതിയും സമൂഹത്തിലെ വലിയൊരു ഭാഗത്തിന് ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിലാണ് പല കുടുംബങ്ങളും. സ്ത്രീ സുരക്ഷാ പെൻഷൻ കേരളത്തിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. കുടുംബ പിന്തുണ കുറവായതോ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലോ ആയ സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം നൽകുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ സഹായം ലഭിക്കുന്ന ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾ ഓരോ മാസവും പെൻഷൻ തുക സമയത്ത് അക്കൗണ്ടിൽ എത്തുമോ എന്ന ആശങ്കയിലാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ, കേന്ദ്ര സഹായം, ട്രഷറി നിയന്ത്രണങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങളിലൂടെയുള്ള വിതരണ നടപടികൾ തുടങ്ങിയ വിവിധ ഘടകങ്ങൾ പെൻഷൻ വിതരണത്തെ സ്വാധീനിക്കുന്നതായി പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സാമൂഹിക സുരക്ഷ പെൻഷനുകളുടെ കാര്യത്തിൽ സർക്കാർ പലതവണ പ്രതിബദ്ധത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുക ലഭ്യമാകുന്നതിനും ഭാവിയിൽ വിതരണം കൂടുതൽ ക്രമീകരിക്കുന്നതിനുമായി വിവിധ നടപടികൾ പരിഗണിക്കപ്പെടുന്നുവെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. പെൻഷൻ വിതരണം വൈകുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് സ്ഥിര വരുമാനമില്ലാത്ത കുടുംബങ്ങളാണ്. മരുന്ന്, ഭക്ഷണം, വീട്ടു ചെലവുകൾ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പലരും ഈ തുകയാണ് ആശ്രയിക്കുന്നത്. സ്ത്രീകൾക്കായി കൂടുതൽ ധനസഹായ പദ്ധതികൾ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകളും ശക്തമാണ്. കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറ ഉറപ്പാക്കുന്നതിന് വനിതാ കേന്ദ്രീകൃത പദ്ധതികൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, സ്വയം തൊഴിൽ, സാമൂഹിക സുരക്ഷ എന്നീ മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്നതിലൂടെ ദീർഘകാല സാമൂഹിക പുരോഗതി കൈവരിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. പെൺകുട്ടികൾക്ക് 1000 രൂപ ധനസഹായം നൽകുമെന്ന രീതിയിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലും വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ചർച്ചയാകുന്നുണ്ട്.
എന്നാൽ ഏതെങ്കിലും പദ്ധതിയെക്കുറിച്ച് അന്തിമ നിഗമനത്തിലെത്തുന്നതിന് മുമ്പ് സർക്കാർ ഉത്തരവ്, ഔദ്യോഗിക വിജ്ഞാപനം, ബന്ധപ്പെട്ട വകുപ്പുകളുടെ അറിയിപ്പ് എന്നിവ പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. അർഹതാ മാനദണ്ഡങ്ങൾ, അപേക്ഷ നടപടിക്രമങ്ങൾ, വരുമാന പരിധി, പ്രായപരിധി, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഔദ്യോഗിക രേഖകളിലൂടെയാണ് വ്യക്തമാക്കുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായി നിലനിർത്തുന്നതും ആധാർ വിവരങ്ങൾ പുതുക്കുന്നതും തദ്ദേശ സ്ഥാപനങ്ങളിൽ ആവശ്യമായ രേഖകൾ സമർപ്പിക്കുന്നതും വളരെ പ്രധാനമാണ്. വിവരങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകുമ്പോൾ വിതരണത്തിൽ താമസം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഗുണഭോക്താക്കൾ തങ്ങളുടെ രേഖകൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുകയും ആവശ്യമായ തിരുത്തലുകൾ സമയബന്ധിതമായി നടത്തുകയും ചെയ്യേണ്ടതാണ്. കേരളത്തിലെ ക്ഷേമ പദ്ധതികൾ രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാന വിഷയമാണ്. വിവിധ രാഷ്ട്രീയ മുന്നണികൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് പ്രഖ്യാപിക്കാറുണ്ട്. പെൻഷൻ തുക വർദ്ധിപ്പിക്കൽ, കുടിശ്ശിക തീർപ്പാക്കൽ, പുതിയ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തൽ, വനിതാ ക്ഷേമ പദ്ധതികൾ വിപുലീകരിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ പൊതുചർച്ചകളിൽ ഇടം പിടിക്കുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരവുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായതിനാൽ ഇവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. സാമ്പത്തിക സ്ഥിരതയും കാര്യക്ഷമമായ വിതരണ സംവിധാനവും പ്രധാന ഘടകങ്ങളാണ്. ഗുണഭോക്താക്കൾക്ക് കൃത്യസമയത്ത് സഹായം ലഭ്യമാകാൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള നേരിട്ടുള്ള തുക കൈമാറ്റം, ഓൺലൈൻ പരിശോധനാ സംവിധാനങ്ങൾ, പരാതി പരിഹാര സംവിധാനം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് പദ്ധതികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും. കേരളത്തിലെ സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ ക്ഷേമ പദ്ധതികൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ സമൂഹത്തിലെ ദുർബല ഭാഗങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. പുതിയ പ്രഖ്യാപനങ്ങളോ ധനസഹായ പദ്ധതികളോ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഔദ്യോഗിക സ്രോതസ്സുകൾ പരിശോധിച്ച് മാത്രമേ അന്തിമ തീരുമാനത്തിലെത്താവൂ. സർക്കാർ പ്രഖ്യാപനങ്ങൾ, വകുപ്പ് ഉത്തരവുകൾ, ഔദ്യോഗിക വെബ്സൈറ്റുകളിലെ അറിയിപ്പുകൾ എന്നിവയാണ് വിശ്വസ്തതയുള്ള വിവരങ്ങളുടെ പ്രധാന ഉറവിടങ്ങൾ. പുതിയ ഔദ്യോഗിക അറിയിപ്പുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾ അതിന്റെ വിശദാംശങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക, അവർക്ക് ഉപകാരപ്പെടും. വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.